ശ്രദ്ധിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരാൾ എന്നെക്കുറിച്ചൊരു നല്ലത് പറഞ്ഞില്ലല്ലോ എന്ന്. അത്തരം അപ്രീസിയേഷൻസ് എന്തിനാണ് നമുക്ക്? ശ്രദ്ധിച്ചേ, മറിയം എന്തുകൊണ്ട് വാഴ്ത്തപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ? അതിൻ്റെ ആഴമേറിയ കാരണം ഈശോ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. കാൽവരിയുടെ നിഴല് അവൻ്റെ മേലിങ്ങനെ പടർന്നു കയറുന്നത് മറിയം കാണുന്നുണ്ട്. മറിയം എന്തൊക്കെയായിരിക്കും അവളുടെ മകനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുന്നത്? ശിഷ്യത്വം, ഉയർച്ച താഴ്ചകളിൽ ഗുരുവിനോടൊപ്പം നടക്കുന്നതാണ്. എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുകയും ഏറ്റുപറയുകയും സ്നേഹിക്കുകയും ചെയ്യുകയും, കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ സൗകര്യപൂർവ്വം അവനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാത്മീയ ശൈലി ജീവിക്കുന്ന നമുക്ക് മറിയം മാതൃകയാണ്. നീ പ്രാർത്ഥിക്കുന്നു, വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തേക്കണേ, ആത്മീയ മേഖലയിൽ മത്സരങ്ങൾ പിടിമുറുക്കുന്നുണ്ടോ? നമുക്ക് ചിലപ്പോഴൊക്കെ പറ്റുന്ന അപകടം, ഒരു ദൈവാനുഭവം ഉണ്ടായി, ഒരു ദർശനം കിട്ടി, ഒരു പ്രാർത്ഥന ഇഫക്റ്റീവായി, കർത്താവ് തൊട്ടു, നല്ലത്. പക്ഷേ ആ അനുഭവത്തിൻ്റെ ഓർമ്മകളിൽ രമിച്ച് ജീവിക്കുകയാണോ? അതോ അവിടുന്ന് മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന 15 ദിവസത്തെ ശുശ്രൂഷ വാക്കിംഗ് വിത്ത് മേരി, ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ നടത്തുന്ന യാത്രയുടെ 8ാമത്തെ ദിവസം. ഇന്നത്തെ വീഡിയോ ഒരല്പം വൈകിയായിരിക്കും, ഒരല്പം അധികം വൈകിയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ കാനഡയിൽ സ്കാബ്രോ എന്ന ഇടവകയിലാണ്. തോമസ് ലീഹായുടെ പേരിലുള്ള ഇവിടുത്തെ ഒരു ഫൊറോന പള്ളിയാണ്, ടൊറോൻറ്റോ ടൗണിലുള്ള പള്ളിയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആദ്യത്തെ 3 ദിവസങ്ങൾ കുട്ടികൾക്ക് 5ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 3 ദിവസത്തെ ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു, ഫെയ്ത്ത് ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. നന്നായിട്ട് പോയി. അതിനെ തുടർന്ന് ഉടനെ തന്നെ ഒരു 3 ദിവസം യുവജനങ്ങൾക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം വന്നു. ഒരല്പം ടയറിങ് ആയിരുന്നു, ഒരല്പം ഓവർ ടയർഡായിപ്പോയി. കണ്ടിന്യൂസ് ആയിരുന്നു, പിന്നെ ഒരല്പം എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വന്നു. ഒരല്പം ക്ഷീണിതനാണ്, ഒരല്പം സിക്കായി തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ഇന്ന് മുതൽ ഇവിടെ സ്കാബ്രോ പള്ളിയിൽ വാർഷിക ധ്യാനം ആരംഭിക്കുകയാണ്. 13 ദിവസമാണ്. അത് നന്നായിട്ട് നടക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മൾ ധ്യാനിച്ചു വന്നത്, ഇന്നലെ നമ്മൾ കാനായാണ് ധ്യാനിച്ചത്. കാനായിലെ കല്യാണ വീട്ടിലെ മറിയത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ പറഞ്ഞ വാക്ക് ഫെയ്ത്ത് ആയിരുന്നു. നിങ്ങൾ ആദ്യം മുതലേ വന്ന ആ യാത്ര, കാരണം ഒറ്റ ചരടിനാൽ ഇതിങ്ങനെ കോർത്തിണക്കി കൊണ്ടുവരികയാണ്. സംഭവബഹുലമായ രംഗങ്ങൾ മാത്രമല്ല നമ്മൾ ധ്യാനിക്കുന്നത്, നിശബ്ദതയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗങ്ങളെ കണ്ടെത്തുകയാണ്. വളരെ ശാന്തതയിലാണ് ഈ ധ്യാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനന്തതയിലെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറിയമുണ്ടായിരുന്നു. മറിയത്തെ ദൈവം ഒരുക്കിയത് അമലോത്ഭവം. മറിയം പറഞ്ഞ യെസ് ഫിയാത്ത്. മറിയം എലിസബത്തിനെ തേടി ശുശ്രൂഷയുടെ മനസ്സോടെ പോയത്. മറിയം ഈശോയെ ബേത്ലഹേമിൽ പ്രസവിക്കുന്നത്. മറിയം ഈശോയെ വളർത്തുന്ന കാലം, നസ്രത്തിലെ കാലം. കാന ഇപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാനായിൽ ആദ്യത്തെ അടയാളം പ്രവർത്തിച്ച് ഈശോ ഇനി പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ഇനി ആയിരങ്ങൾ അവനെ തേടി വരും. അവൻ ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തുന്നു. അന്ധർക്ക് അവൻ കാഴ്ച നൽകുന്നു, മുടന്തർക്ക് അവൻ ചുവട് നൽകുന്നു, മരിച്ചവരെ അവൻ ഉയർപ്പിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ മറിയം, മേരി ഓൾമോസ്റ്റ് ഡിസപ്പിയേഴ്സ്. മറിയം മെല്ലെ അപ്രത്യക്ഷയായി പോവുകയാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നമ്മളെങ്ങാനും സുവിശേഷം എഴുതണമായിരുന്നു. നമ്മൾ എഴുതിയിരുന്നെങ്കിൽ ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ആ രംഗത്ത് വള്ളത്തിൻ്റെ മറ്റേ തലയ്ക്കൽ മറിയം കണ്ടേനെ. ഈശോ 5,000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച് കൊടുക്കുമ്പോൾ ആദ്യം അത് വാങ്ങിച്ചെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുക്കാൻ മറിയം കണ്ടേനെ. ചിലപ്പോൾ ഈശോ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ആ കല്ലറയുടെ വാതിൽക്കൽ മറിയം കണ്ടേനെ. പക്ഷേ നമ്മളല്ലോ സുവിശേഷം എഴുതിയത്, അത് പരിശുദ്ധാത്മാവ് എഴുതിയതല്ലേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മറിയത്തെ ആ 3 വർഷക്കാലം ഷീ ഓൾമോസ്റ്റ് ഡിസപ്പിയേഴ്സ്.
അവളിങ്ങനെ അപ്രത്യക്ഷയായി പോകുന്നത് പോലെയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ അന്വേഷിക്കും, എന്താണ് അതിൻ്റെ കാരണം? അതിനിതാ ഇങ്ങനെ എഴുതി വെക്കാം, ഇതാരെങ്കിലുമൊക്കെ കേട്ടിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചാൽ നല്ലത്, മലയാളത്തിൽ എഴുതിയിട്ടാലും നല്ലത്. വൈ മേരി ഓൾമോസ്റ്റ് ഡിസപ്പിയേഴ്സ് ഡ്യൂറിങ് ദ പബ്ലിക് മിനിസ്ട്രി ഓഫ് ജീസസ്? ആൻസർ: മേരി herself would never want to stand where only Christ belongs. മിശിഹായ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇടത്ത് നിൽക്കാൻ മറിയം ആഗ്രഹിക്കില്ല എന്ന്. മേരി herself would never want to stand where only Christ belongs. കർത്താവ് തമ്പുരാൻ നിൽക്കേണ്ട ഇടത്ത് കർത്താവ് തമ്പുരാൻ തന്നെ നിൽക്കണമെന്ന് നമുക്കാർക്കും നിശ്ചയവും വ്യക്തതയില്ലെങ്കിലും മറിയത്തിന് നല്ല വ്യക്തത ഉണ്ടായിരുന്നതുകൊണ്ട് മറിയം ഒരല്പം മാറി നിൽക്കുകയായിരുന്നു. ഈ മറിയത്തെയും വിശുദ്ധരെയും ഒക്കെ മനസ്സിലാക്കേണ്ടത് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോ ഇല്ലേ? ഞാൻ മംഗലപ്പുഴ സെമിനാരിയിലാണ് പഠിച്ചത്. മംഗലപ്പുഴ സെമിനാരിയിലെ ചാപ്പൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ആർട്ട് പീസ് ആണ്. അപ്പോൾ ഈ മംഗലപ്പുഴ സെമിനാരിയുടെ ചാപ്പലിൽ 7 വർഷക്കാലം അവിടെ പഠിച്ച് അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ആകർഷിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്ന് ഈ ചുറ്റും സ്റ്റെയിൻഡ് ഗ്ലാസ് ഉണ്ട്. ഈ സ്റ്റെയിൻഡ് ഗ്ലാസിൻ്റെ ഭംഗി എന്നറിയാം. അതായത് സ്റ്റെയിൻഡ് ഗ്ലാസ്സിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ പീപ്പിൾ ഈസ് നോട്ട് അഡ്മയറിങ് ദ ഗ്ലാസ്. പീപ്പിൾ ആർ നോട്ട് അഡ്മയറിങ് ദ ഗ്ലാസ്, ദേ അഡ്മയർ ദ ലൈറ്റ് ഷൈനിങ് ത്രൂ ഇറ്റ്. അതിലൂടെ ഈ പ്രകാശം വരുമ്പോഴാണ്. ഇപ്പോൾ രാത്രി ലലിയ പ്രാർത്ഥനയുണ്ട്. രാത്രി ചിലപ്പോൾ ലലിയ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരുന്നാൽ അതിലോട്ട് നോക്കി ഒന്നും കാണാനില്ല. പക്ഷെ രാവിലെ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ മെല്ലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുമ്പോൾ ആ സ്റ്റെയിൻഡ് ഗ്ലാസ്സിലൂടെ ലൈറ്റ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? മറിയവും വിശുദ്ധരുമൊക്കെ സ്റ്റെയിൻഡ് ഗ്ലാസ് പോലെയാണ്, സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോ പോലെയാണ്. അതിലൂടെ കടക്കുന്ന പ്രകാശമാണ് അതിൻ്റെ ഭംഗി. അതിലൂടെ പുറത്തേക്ക് വരുന്ന മിശിഹാ തമ്പുരാൻ്റെ പ്രകാശമാണ് അവരുടെ ഭംഗി എന്നോർക്കണം. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ സുവിശേഷം നിങ്ങൾ നോക്കണം. യോഹന്നാൻ സുവിശേഷം മേരി എന്നുള്ള പേര് പോലും ഉപയോഗിക്കത്തില്ല. മറിയം എന്ന് യോഹന്നാൻ സുവിശേഷം പറയാറില്ല. യോഹന്നാൻ സുവിശേഷം പറയുന്നതൊക്കെ എങ്ങനെയാണ്? ഈശോയുടെ അമ്മ, മദർ ഓഫ് ജീസസ്. ദാറ്റ് മീൻസ് മേരി ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ക്രൈസ്റ്റ്. മിശിഹായിൽ നിന്ന് വേർതിരിച്ച് അവളെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഭയിൽ, പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ, പൗരസ്ത്യ സഭകളിൽ ആദിമകാലം തൊട്ടേ ഉണ്ടായിരുന്നൊരു രീതിയാണ് ഈശോയെ കയ്യിലെടുക്കാത്ത, ഈശോയോട് ചേർന്നല്ലാതെ ഒരു മറിയത്തിൻ്റെ ഐക്കൺ പോലും കാണില്ലായിരുന്നു. ഈശോയോട് മറിയമുണ്ടോ? ഷീ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ജീസസ് ക്രൈസ്റ്റ്. അവളെ വിഭജിക്കാൻ, വേർതിരിക്കാൻ പറ്റില്ല മിശിഹായിൽ നിന്ന്. എപ്പോഴും അവൾ മിശിഹായോട് ചേർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഈശോയെ കൈകളിലെടുക്കാത്ത, അല്ലെങ്കിൽ ഈശോയോട് ചേർന്നല്ലാതെ മറിയത്തിൻ്റെ ഒരു ചിത്രമോ രൂപമോ പോലും ഇല്ലായിരുന്നു. ഇതിപ്പോൾ നമുക്കിഷ്ടം പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളും ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട പാഠം, വി ആർ ഓൾസോ കോൾഡ് ഫോർ ദ സെയിം. നെവർ ബി സെപ്പറബിൾ ഫ്രം ക്രൈസ്റ്റ്. മിശിഹായിൽ നിന്ന് മാറിയല്ല നമ്മുടെ വ്യക്തിത്വം, കർത്താവിനോട് ചേർന്നാണ്. ഈ കാലത്ത് ഈശോയുടെ ഈ പബ്ലിക് മിനിസ്ട്രിയുടെ, പരസ്യ ശുശ്രൂഷയുടെ ഈ കാലത്ത് അവൻ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തു. അവനെ ഒത്തിരി പേര് ഏറ്റുപറഞ്ഞു. മെനി പ്രൈസ്ഡ് ഹിം ആൻഡ് ഈവൻ മെനി റിജക്റ്റഡ് ഹിം. ഒരുപാട് പേര് അവനെ തള്ളിപ്പറഞ്ഞു. ഏറെ പേർ അവനെ സ്നേഹിച്ചു, ഒത്തിരി പേർ അവനെ വെറുത്തു. അവൻ്റെ ശുശ്രൂഷ ഏറെ ഡിമാൻഡിങ് ആയിരുന്നു. അപ്പോൾ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ശുശ്രൂഷയിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറിയം കാണുന്നുണ്ട് കാൽവരിയുടെ നിഴല് അവൻ്റെ മേലിങ്ങനെ പടർന്നു കയറുന്നത് മറിയം കാണുന്നുണ്ട്. മേരി വാസ് വാച്ചിങ് ഹെർ സൺ. അവൾ കാണുന്നുണ്ടായിരുന്നു. ഇത്രയധികം എൻ്റെ മകൻ ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഒരു കുരിശും ആ കുരിശിൻ്റെ നിഴലും അവനെ പൊതിയുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ആരോപണങ്ങൾ മറിയം ആ കാലത്ത് തൻ്റെ പുത്രനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്തേ. സുവിശേഷം എഴുതാത്തൊരു രംഗമാണത്. മറിയം എന്തൊക്കെയായിരിക്കും അവളുടെ മകനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുന്നത്? സുവിശേഷത്തിൽ ഈശോയ്ക്കെതിരെ മുഴങ്ങിയ ആരോപണങ്ങളൊക്കെ മറിയം എന്ന അമ്മയുടെ കാതിലും എത്തിയിട്ടുണ്ടാകില്ലേ?
തൻ്റെ മകൻ പിശാചുക്കളുടെ നേതാവിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത് എന്ന ആരോപണം അവളുടെ ചെവിയിലും എത്തിയിട്ടുണ്ട്. തൻ്റെ മകൻ ദൈവനിഷേധം പറയുന്നവനാണ് എന്നത് അവളുടെ ചെവിയിലും എത്തിയിട്ടുണ്ട്. തൻ്റെ മകന് കിറുക്കാണ്, ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയുന്നത് അവളുടെ ചെവിയിലും എത്തിയിട്ടുണ്ട്. മേരിക്കറിയാം തൻ്റെ മകനെ കാത്തിരിക്കുന്ന കുരിശിനെ, സഹനത്തെ എടുത്തു മാറ്റാൻ അവളെ കൊണ്ടാകില്ല എന്ന്. പക്ഷേ അവൾ ചെയ്തത്, ഷീ റിഫ്യൂസ്ഡ് ടു അബാൻഡൻ ഹിം. ഒരു കാൽവരിയിലേക്കാണ് അവൻ നടന്നു കയറുന്നതെങ്കിലും, ഒരു സഹനമാണ് അവനെ കാത്തിരിക്കുന്നതെങ്കിലും അവനെ തള്ളിപ്പറയാൻ അവൾ തുനിഞ്ഞില്ല. അവളെപ്പോഴും നിശബ്ദയായി അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ദിസ് ഈസ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വം അതാണ്. ശിഷ്യത്വം ഉയർച്ച താഴ്ചകളിൽ ഗുരുവിനോടൊപ്പം നടക്കുന്നതാണ്. ആൻഡ് ദിസ് മദർ മേരി ഈസ് വാക്കിംഗ് ബിഹൈൻഡ് ഹെർ മാസ്റ്റർ. ഒരേ സമയം ഈശോ അവൾക്ക് പുത്രനാണ്, ഈശോ അവൾക്ക് ഗുരുവുമാണ്. തൻ്റെ പുത്രനും തൻ്റെ ഗുരുവുമായവൻ്റെ പിന്നാലെ അവൾ സാഹചര്യ വ്യത്യാസങ്ങൾക്ക് അതീതമായി നടക്കുന്ന കാഴ്ചയാണ് പരസ്യ ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കാൻ കഴിയുന്നത്. സാഹചര്യങ്ങൾ മാറിയും മറിഞ്ഞും വരുവേ, എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുകയും ഏറ്റുപറയുകയും സ്നേഹിക്കുകയും ചെയ്യുകയും, കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ സൗകര്യപൂർവ്വം അവനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാത്മീയ ശൈലി ജീവിക്കുന്ന നമുക്ക് മറിയം മാതൃകയാണ്. ഗബ്രിയേൽ മാലാഖ തേടി വരുമ്പോഴും, എലിസബത്ത് ഏറ്റുപറയുമ്പോഴും, ഇടയന്മാർ അത്ഭുതത്തോടെ നോക്കുമ്പോഴും, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ ആരാധനയോടെ അവളുടെ മുഖം ദർശിക്കുമ്പോഴും മാത്രമല്ല അവൾ മിശിഹായുടെ അമ്മയായിരിക്കേണ്ടത്, മിശിഹാ തമ്പുരാൻ്റെ ശിഷ്യയായിരിക്കേണ്ടത്. അവനെ കിറുക്കനെന്ന് വിളിക്കുമ്പോഴും, അവനിൽ പിശാചുണ്ടെന്ന് പറയുമ്പോഴും, ഒരുപാട് പേര് തൻ്റെ മകനെ വെറുക്കുമ്പോഴും, അവനെ കൊടുക്കാൻ കെണിയൊരുക്കുമ്പോഴും അവനോട് ചേർന്ന് മൗനസാക്ഷിയായി, നിശബ്ദ അനുയായിയായി മറിയമുണ്ട് എന്നത് നമുക്കുള്ള പാഠമാണ്. രണ്ടിടങ്ങളിലാണ് പ്രധാനമായിട്ടും പരസ്യ ജീവിതകാലത്ത് കാന കൂടാതെ മറിയത്തിൻ്റെ റഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, നിങ്ങൾ സൗകര്യം പോലെ പിന്നെ വായിച്ചാൽ മതി. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 33 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ അമ്മയും സഹോദരങ്ങളും വന്നു നിൽപ്പുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഈശോ പറയുന്നു, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? എൻ്റെ പിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞത് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. കുറച്ചു പേരെങ്കിലും ഈ ഭാഗത്തെ തെറ്റിദ്ധരിക്കുന്നു. കണ്ടില്ലേ, ഈശോ മറിയത്തെ തള്ളിപ്പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ജീസസ് ഈസ് റിവീലിംഗ് ദ ഡീപ്പസ്റ്റ് റീസൺ വൈ മേരി ഈസ് ബ്ലെസ്ഡ്. ശ്രദ്ധിച്ചേ, ഹിയർ ജീസസ് ഈസ് റിവീലിംഗ് ദ ഡീപ്പസ്റ്റ് റീസൺ വൈ മേരി ഈസ് ബ്ലെസ്ഡ്. മറിയം എന്തുകൊണ്ട് വാഴ്ത്തപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ, അതിൻ്റെ ആഴമേറിയ കാരണം ഈശോ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. എന്താ കാര്യം? ഷീ ഈസ് ലിവിങ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതമനുസരിച്ച് ജീവിച്ചവളുടെ പേരാണ് മറിയം. ആരാണ് എൻ്റെ അമ്മ? ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർ. അപ്പം എൻ്റെ അമ്മയുടെ സ്വഭാവം എന്താണ്? ദൈവഹിതമനുസരിച്ച് ജീവിച്ചവൾ, ഭാഗ്യവതി. അതുകൊണ്ടല്ലേ എലിസബത്ത് പറയുന്നത്, നീ ഭാഗ്യമുള്ളവ, കർത്താവ് അരുളി ചെയ്തവ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യപ്പെട്ടവൾ. അതല്ലേ അവളുടെ ലെറ്റ് ഇറ്റ് ബി ഫിയാത്ത് നമ്മൾ ധ്യാനിച്ചത്, തിരുഹിതം നിറവേറപ്പെടട്ടെ എന്നവൾ പറഞ്ഞത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. അപ്പോൾ ഈശോ ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ ആക്ച്വലി ഹീ ഈസ് ഇൻവൈറ്റിംഗ് എവറി ഡിസൈപ്പിൾ ടു ഷെയർ ഹെർ ഗ്രേറ്റ്നെസ്. മറിയത്തിൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റാൻ, മറിയത്തിൻ്റെ വലിപ്പത്തോട് ചേർന്ന് നിൽക്കാൻ എല്ലാ ശിഷ്യന്മാരെയും ഈശോ ക്ഷണിക്കുന്ന ഭാഗമാണത്. അതായത് മറിയത്തിൻ്റെ മാതൃത്വത്തിൻ്റെ ഭംഗിയിരിക്കുന്നത് നോട്ട് ജസ്റ്റ് ദാറ്റ് ഷീ ഈസ് എ ബയോളജിക്കൽ മദർ, ഷീ ഹാസ് റിസീവ്ഡ് ഹിം സ്പിരിച്വലി. ആത്മീയമായി അവനെ സ്വീകരിച്ചു എന്നതിലാണ് അധിക ശ്രേഷ്ഠത ഇരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുന്നു. സെയിൻറ്റ് അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മേരി കൺസീവ്ഡ് ക്രൈസ്റ്റ് ഇൻ ഹെർ ഹാർട്ട് ത്രൂ ഫെയ്ത്ത് ബിഫോർ ഷീ കൺസീവ്ഡ് ഹിം ഇൻ ഹെർ വൂംബ്. ഉദരത്തിൽ മിശിഹായെ പേറുന്നതിന് മുമ്പേ അവൾ ഹൃദയത്തിൽ വിശ്വാസത്താലെ മിശിഹായെ സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന്. അപ്പോൾ ഈശോ ഇവിടെ തെളിവോടെ പറഞ്ഞു തരുന്നു,
ഉദരത്തിൽ വഹിച്ചതല്ല ശ്രേഷ്ഠം, അതിനേക്കാൾ ശ്രേഷ്ഠം അവൾ അവനെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ സ്വീകരിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ മുലയോട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർ അതിലേറെ ഭാഗ്യപ്പെട്ടവർ. അതായത് അവളുടെ ധാരണകളെ, ആ പറഞ്ഞവളുടെ ധാരണകളെ ഈശോ പൂർത്തിയാക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ അമ്മ ഭാഗ്യപ്പെട്ടവളാണ്, എന്നെ വഹിച്ച ഉദരവും എനിക്ക് പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവയാണ്, എൻ്റെ അമ്മ ഭാഗ്യപ്പെട്ടവളാണ്. പക്ഷേ ആ ഭാഗ്യത്തോട് ചേർന്ന് നിൽക്കാൻ, അനുഗ്രഹത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണ് ദൈവത്തിരഹിതത്തോട് ചേർന്ന് നിൽക്കുക എന്നത്. അപ്പോൾ മറിയത്തെ ഈ 2 സ്ഥലത്ത് നമ്മളിങ്ങനെ റെഫറൻസ് കാണുന്നുണ്ടപ്പോഴും അവളായിട്ട് വന്ന് നിൽക്കുന്നില്ല. മറിയം പാത്തും പതുങ്ങിയും നിൽക്കുകയാണ് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: ട്രൂ ഡിസൈപ്പിൾ ഡസ് നോട്ട് കോൺസ്റ്റൻ്റ്ലി സീക്ക് റെക്കഗ്നിഷൻ. ട്രൂ ഡിസൈപ്പിൾ ഡസ് നോട്ട് കോൺസ്റ്റൻ്റ്ലി സീക്ക് റെക്കഗ്നിഷൻ. നമുക്ക് ഈ കാലത്ത് വലിയ പാഠമാണത്. അതായത് എനിക്ക് കിട്ടിയ ദൈവാനുഭവം എനിക്കങ്ങനെ കിട്ടി, എന്നോട് സ്വർഗം സംസാരിച്ചു എന്നതുകൊണ്ട് എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, അക്നോളജ് ചെയ്യണമെന്നൊരു തിടുക്കമൊന്നുമില്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രലോഭനം അതാ കേട്ടോ. നമ്മുടെ ആത്മീയ മേഖലയിലെ വലിയ പ്രലോഭനം, വി വോണ്ട് ടു ഗെറ്റ് നോട്ടീസ്ഡ്. ശ്രദ്ധിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരാൾ എന്നെക്കുറിച്ചൊരു നല്ലത് പറഞ്ഞില്ലല്ലോ എന്ന്. അത്രയും അപ്രീസിയേഷൻസ് എന്തിനാണ് നമുക്ക്? മറിയത്തിന് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നല്ലോ, എന്നാലും എന്നെ കൂടെ കൊണ്ടുപോയില്ലല്ലോ അവിടം വരെ. അപ്രിസിയേഷൻ ആഗ്രഹിക്കുന്നില്ല, റെക്കഗ്നിഷൻ, എന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അക്നോളജ് ചെയ്യണം, എല്ലാവരും ഏറ്റു പറയണം. ഇല്ല, അത് നമ്മുടെ പ്രലോഭനമാണ്. അവിടെയാണ് സ്നാപക യോഹന്നാൻ്റെ മനസ്സ് സ്വന്തമാക്കേണ്ടത്. സ്നാപക യോഹന്നാൻ പറഞ്ഞ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ മറിയം ഈശോയുടെ പരസ്യജീവിതകാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. വെൻ ജീസസ് ഈസ് വിസിബിൾ, മേരി റിമെയിൻസ് ഹിഡൻ. ഈശോ എല്ലാവർക്കും കാണാൻ പാകത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മറിയം പാത്തു നിൽക്കുകയാണ്. ഈശോയുടെ സ്വരം ഉയരുമ്പോൾ, വെൻ ഹീ സ്പീക്സ് ലൗഡർ, മറിയം എന്ത് ചെയ്യുന്നു? മറിയം മെല്ലെ സൈലൻ്റ് ആവുകയാണ്. ഈശോയുടെ ശുശ്രൂഷ എക്സ്പാൻഡ് ചെയ്യപ്പെടുമ്പോൾ, അത് വിസ്തൃതമാകുമ്പോൾ മറിയം എളിമയിൽ ആഴപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ലോസ്. ഇത് നഷ്ടമാണെന്ന് വിചാരിക്കരുത്. ദിസ് ഈസ് നോട്ട് ലോസ്, ദിസ് ഈസ് ലവ്. ഇത് നഷ്ടമല്ല, ഇത് സ്നേഹമാണ്. ലവ് ഡസ് നോട്ട് കോമ്പീറ്റ്. സ്നേഹം മത്സരിക്കില്ല പ്രിയമുള്ളവരെ. സ്നേഹം ആരോടും മത്സരത്തിൽ ഏർപ്പെടില്ല. നീ പ്രാർത്ഥിക്കുന്നു, വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തേക്കണേ, ആത്മീയ മേഖലയിൽ മത്സരങ്ങൾ പിടിമുറുക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ആത്മശോധന ചെയ്യണേ. When I pray, am I really competing with someone? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും മത്സരിക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഞാനൊരു ഭക്താഭ്യാസം ചെയ്യുമ്പോൾ ഞാനത് കോമ്പീറ്റ് ചെയ്യണം, ആരോടെങ്കിലുമൊക്കെ മത്സരിക്കാൻ നിൽക്കുകയാണോ? നോ. പ്രത്യേകം ഓർത്ത് ധ്യാനിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം സെയിൻറ്റ് അംബ്രോസ് പറഞ്ഞൊരു വാക്യമാണ്. സെയിൻറ്റ് അംബ്രോസ് പിതാവ്, സഭാപിതാവ് പറഞ്ഞു തരികയാണ്, മേരി അഡ്വാൻസ്ഡ് ഇൻ ഹെർ ഫെയ്ത്ത്. മേരി അഡ്വാൻസ്ഡ് ഇൻ ഹെർ ഫെയ്ത്ത് ത്രൂ ഹെർ എർത്ത് പിൽഗ്രിമേജ്. ഭൂമിയിലെ അവളുടെ തീർത്ഥാടനത്തിലൂടെ അവൾ അവളുടെ വിശ്വാസത്തിൽ വളരുകയായിരുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പണ്ട് എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി, ആ അനുഭവത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുക അല്ല, ഈവൻ മേരി അഡ്വാൻസ്ഡ്. അവൾ ഓരോ ദിവസവും ആ വിശ്വാസത്തിൽ ആഴപ്പെടുകയായിരുന്നു, വളരുകയായിരുന്നു. നമുക്ക് ചിലപ്പോഴൊക്കെ പറ്റുന്ന അപകടം, ഒരു ദൈവാനുഭവം ഉണ്ടായി, ഒരു ദർശനം കിട്ടി, ഒരു പ്രാർത്ഥന ഇഫക്റ്റീവായി, കർത്താവ് തൊട്ടു, ഒരു കൃപയുടെ അനുഭവം ഉണ്ടായി, നല്ലത്. പക്ഷേ ആ അനുഭവത്തിൻ്റെ ഓർമ്മകളിൽ രമിച്ച് ജീവിക്കുകയാണോ? എപ്പോഴും അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതോ അവിടെ നിന്ന് മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടോ? മാതാവ് തന്നെ മുന്നോട്ട് നടന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തോരം ദൂരം ഇനിയും മുന്നോട്ട് നടക്കാനുണ്ട് എന്നാണ്. If Mary has advanced in her faith, in her pilgrimage, remember, we have a long way to walk. നമുക്ക് ഒത്തിരി ദൂരം ഇനിയും നടക്കാനുണ്ട്. ആരും ഓർത്തേക്കരുത്, ഇത് പൂർത്തിയായി, ദൈവാനുഭവം കിട്ടി. മേരി തന്നെ ഷീ വാസ് റിന്യൂവിങ്
റിന്യൂവിങ് ഹർ കമ്മിറ്റ്മെൻറ്റ്. അവൾ തന്നെ അവളുടെ സമർപ്പണത്തെ ഡേ ടു ഡേ ലൈഫിൽ നവീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇത് വളരെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഒരിക്കലുണ്ടായൊരു ദൈവാനുഭവത്തിൽ അന്ന് കർത്താവ് തൊട്ടതിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് എന്നും ഇരിക്കരുതേ. നമ്മളെങ്ങാനും ആയിരിക്കണമായിരുന്നു മറിയം എന്തോരം കഥ പറഞ്ഞുകൊണ്ടിരുന്നേനെ. നിങ്ങൾക്കറിയാം, അയ്യോ അന്നേ മാലാക വന്നിട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഈ ചിറകൊക്കെ ആയിട്ട് തലയിൽ മുഴുവൻ ഇങ്ങനൊരു പ്രകാശം. ഈ കഥയും പറഞ്ഞുകൊണ്ട് 10-30 വർഷം നമ്മൾ ജീവിച്ചത്. നമ്മളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ മാതാവ് അങ്ങനല്ല. എളിമയോടെ പിന്നെയും യാത്ര ചെയ്യുകയാണ് മുന്നോട്ട്. പ്രിയമുള്ളവരെ, പരസ്യ ജീവിതകാലത്തെ മാതാവ് നമ്മളധികം ചിന്തിക്കാത്തൊരു ടോപ്പിക്കല്ലേ ഇത്. നമ്മൾ കാനാ കഴിഞ്ഞാൽ പിന്നെ നേരെ ഓടുന്ന കാൽവരിയിലോട്ടല്ലായിരുന്നോ സാധാരണ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ? നിങ്ങൾ ഓർത്തേക്കരുത്, ഈ ധ്യാനം ഇതിനകത്തൊന്നും അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ലല്ലോ. നമ്മളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലുത് തേടാതെ എളിമയിൽ, ശാന്തതയിൽ, സൗമ്യതയിൽ നമുക്ക് ധ്യാനിച്ചു പോകാമെന്നേ. കാനാ കഴിഞ്ഞ് നേരെ കാൽവരിയിൽ മറിയത്തെ തേടാതെ ഈ 3 വർഷത്തിൻ്റെ ഇടക്കാലത്തെ മറിയത്തെ ധ്യാനിക്കുകയായിരുന്നു നമ്മൾ. ഈ 3 വർഷത്തെ ഇടക്കാലത്തെ മറിയം, അവൾ കടന്നുപോയൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രത്യേകിച്ചൊരു അനുഭവം ഒന്നും കിട്ടാത്ത ഒരു കാലം, ചിലപ്പോൾ പ്രാർത്ഥനകൾക്ക് തന്നെ ഉത്തരം കിട്ടാത്തൊരു കാലം, എൻ്റെ പ്രാർത്ഥനകൾ അൺആൻസേർഡായി പോകുന്നല്ലോ എന്നോർക്കുന്ന നേരം, ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാൻ പറ്റാതെ, ശരിക്കും നമ്മുടെ ജീവിതത്തിലും എന്താണ് കർത്താവിൻ്റെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ നിൽക്കുന്ന നേരം, ആ നേരത്തെ എന്താ ചെയ്യേണ്ടത്? ആ നേരത്ത് പണ്ട് പറഞ്ഞൊരു വാക്ക് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. ആ നേരത്ത് പണ്ട് പറഞ്ഞൊരു വാക്ക് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതാണ് വാക്ക്? ഫിയാത്ത്. ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ബി. അതൊരു നേരത്തേക്ക് വേണ്ടി പറഞ്ഞതല്ലെന്നേ. എടീ, നിൻ്റെ മോന് പ്രാന്താം നാട്ടുകാർ പറയുന്നടി, ലെറ്റ് ഇറ്റ് ബി. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് എനിക്കറിയാം. എടി, നിൻ്റെ മോൻ അവർ പിശാചിനെ പുറത്താക്കുന്നത് മൂത്ത പിശാചിനെ കൊണ്ടാണെന്നൊക്കെ കേൾക്കുന്നടി. ഫിയാത്ത്, ലെറ്റ് ഇറ്റ് ബി. എടി, അവൻ ആ വള്ളത്തിലെ കിടന്നുറങ്ങുന്നു, വീടും കൂടി ഇന്നില്ലാതെ അലഞ്ഞു നടക്കുകയാണ്. നീ എങ്ങാനും വിളിച്ച് വീട്ടിൽ കയറ്റ. ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ബി. മറിയത്തോട് ഇത്തരം പറച്ചിലൊക്കെ വന്നപ്പോഴും മറിയം പറഞ്ഞത് ലെറ്റ് ഇറ്റ് ബി. അവനെ കൊല്ലാൻ ആൾക്കാർ പദ്ധതി ഒരുക്കുന്നു. ആ 12 എണ്ണത്തിൽ ഒരുത്തനെ അവർ ചാക്കിട്ടെന്നാണ് കേൾക്കുന്നത്. അവന് വില ഉറപ്പിച്ചെന്നാണ് കേൾക്കുന്നത്. 30 വെള്ളി നാണയത്തിൻ്റെ വില നിൻ്റെ മകന് വീണെന്നാണ് കേട്ടത്. ലെറ്റ് ഇറ്റ് ബി. കാര്യങ്ങൾ തകിടം മറിയുമ്പോഴും പറയണം ഫിയാത്ത്. സ്വർഗത്തിൻ്റെ മഹിമ തേടി വരികയും മാലാഖയുടെ ദർശനം കിട്ടുകയും ചിറക് വിരിച്ച മാലാഖയുടെ കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ മാത്രം പറയേണ്ട വാക്കല്ല ലെറ്റ് ഇറ്റ് ബി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയും സ്വർഗം എന്നെ മറന്നോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന നേരത്ത്, കർത്താവ് നിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നോ തൻ്റെ നെഞ്ചു പിടയുന്ന നേരത്ത് ഞാൻ പറയേണ്ട വാക്കും അത് തന്നെയാണ്, ഫിയാത്ത്, ലെറ്റ് ഇറ്റ് ബി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ശംശിയായി, പരസ്യജീവിതകാലത്തെ മറിയത്തിൻ്റെ മുഖം ഞാൻ ധ്യാനിക്കട്ടെ. നിശബ്ദ ശിഷ്യയായി അവൾ നിൻ്റെ കൂടെ നടന്നല്ലോ ഈശോയെ. ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ അവൾ മാറി നിന്നല്ലോ കർത്താവേ. ചില നേരങ്ങളിലൊക്കെ എനിക്ക് പ്രലോഭനമുണ്ടാകുന്നുണ്ട് ഈശോ, ശ്രദ്ധിക്കപ്പെടണം, മാനിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണമെന്ന്. മറിയത്തിൽ നിന്ന് ഞാനും പഠിച്ച് നിൻ്റെ പിന്നാലെ ഞാനും നടക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.